നിയമവ്യവസ്ഥയെക്കുറിച്ചും നീതിയെക്കുറിച്ചും പൊതുസമൂഹത്തിൽ നിലനിർത്തേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും തീക്ഷ്ണമായ ഭാഷയിൽ സംസാരിക്കുകയും രാഷ്ട്രീയ വേദികളിൽ അഗ്നി പകരുകയും ചെയ്ത യൂത്ത് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് താൻ പ്രസംഗിച്ച അതേ നീതിയുടെ പടിവാതിൽ നിന്നും ഒളിച്ചോടുന്ന കാഴ്ചയാണ് കേരള രാഷ്ട്രീയം കണ്ടുകൊണ്ടിരിക്കുന്നത്. തനിക്കെതിരെ ഉയർന്ന അതിഗുരുതരമായ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ നിയമത്തിന് മുന്നിൽ ഹാജരാകാതെ അദ്ദേഹം ഒളിവിലായിരിക്കുകയാണ്. ഒരു യുവജനപ്രതിനിധി സമൂഹത്തോട് പുലർത്തേണ്ട ധാർമ്മിക ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും രാഷ്ട്രീയത്തിലെ ഇരട്ടത്താപ്പുകളെക്കുറിച്ചും വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തുന്നുമുണ്ട്. പൊതുസമൂഹത്തിലെ ധാർമ്മിക ഇടപെടലുകൾ രാഷ്ട്രീയത്തിൽ സജീവമായ രാഹുൽ മാങ്കൂട്ടത്തിൽ പലപ്പോഴും ശ്രദ്ധേയമായ പ്രസംഗമാണ് പൊതുജന മധ്യത്തിൽ ഇടം നേടിയത്. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിലെ മുഖ്യ വിഷയങ്ങളിലൊന്ന് സ്ത്രീ സുരക്ഷയും അതോടൊപ്പം അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ സ്ത്രീകളോട് ചെയ്യുന്ന ക്രൂരതകളെ വിമർശിക്കുന്നതുമായിരുന്നു. സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമങ്ങളെക്കുറിച്ചും അവർക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് സമൂഹത്തിൽ വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു. പ്രത്യേകിച്ച് നടനും MLA-യുമായ മുകേഷിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂത്ത് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം ഇതിന്റെ എല്ലാം മൂർത്തമായ ഉദാഹരണമാണ്. വ്യക്തി ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നിയമത്തിന് വിട്ടുകൊടുക്കുമ്പോഴും ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ പൊതുസമൂഹത്തോട് മറുപടി പറയാൻ അയാൾക്ക് ബാധ്യതയുണ്ടെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് ശക്തമായി വാദിച്ചിരുന്നു.